അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഞാനിപ്പോൾ 250 ml കപ്പിന് 4 കപ്പ് ചുമന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അവൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന കടായിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് അവിലിട്ട് കൊടുക്കാം. അപ്പോൾ 4 കപ്പ് അവിലും കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇപ്പോൾ നമ്മൾ അവിൽ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയി. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞു വരണം. നല്ല ചൂടാണ്. ഇതുപോലെ പൊടിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചെടുത്ത ശർക്കരയാണ്. 2 കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് ശർക്കരയ്ക്ക് 1.5 കപ്പ് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കരയെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഉരുക്കിയിട്ട് നമ്മൾ പൊടിച്ചിട്ടല്ലേ ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കര പാനിയെല്ലാം ഇതാ തിളച്ചിട്ടുണ്ട്. ഒരു നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വെക്കുക. ഇതിപ്പോൾ ഞാനെടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല. ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ശർക്കര പാനി തയ്യാറാക്കിയ സമയം കൊണ്ട് അവിൽ വറുത്തെടുത്തത് നല്ലതുപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അവിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിക്കരുത്. ചെറിയ തരികളോടുകൂടി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്ത അവില് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ചെറിയ ചെറിയ തരികളോടുകൂടി പൊടിച്ചിട്ടെടുക്കുക. ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിക്കരുത്. ഇതിവിടെ ഇരിക്കട്ടെ. തേങ്ങാപ്പാൽ നമുക്ക് റെഡിയാക്കി എടുക്കണം. തേങ്ങാപ്പാലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അതേ ജാറിൽ തന്നെ 250 ml കപ്പിന് 2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 2 കപ്പ് ചിരകിയ തേങ്ങ ജാറിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാൽ എടുത്തതിന് ശേഷം 2-ാം പാൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ 1-ാം പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് അത് അടിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ അരിച്ച് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നിലക്കടലയാണ്. 250 ml കപ്പിന് 1 കപ്പ് നിലക്കടലയാണ് വേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ്. റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്ത നിലക്കടല ആയതുകൊണ്ട് ഞാൻ റോസ്റ്റ് ചെയ്യുന്നില്ല. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറിയ ചെറിയ തരികളോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിച്ചെടുക്കരുത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം നിലക്കടല ആ ചെറിയ ചെറിയ തരികളോടുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൗഡർ പരുവത്തിന് പൊടിച്ചെടുക്കാതെ ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നിലക്കടല നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരേ സ്പീഡിലിട്ടിട്ട് പൊടിക്കരുത്. ഒന്ന് പൾസ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങാപ്പാലിലേക്ക് പൊടിച്ചെടുത്ത് വെച്ച അവിലിട്ട് കൊടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്ത് അവിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഒന്നെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാച്ചില വെച്ചോ ഒരു തടിത്തവ വെച്ചോ വിസ്ക് വെച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കുറുക്കി വരട്ടെ. അപ്പോൾ 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലൊന്ന് കുറുകി വരും. ആ ഒരു സമയം നമ്മൾ നേരത്തെ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടില്ലേ, ആ ശർക്കരപ്പാനി ഒന്ന് മുഴുവനും ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുറുകി വരണം. അതുവരെയും നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കുറുകി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരു താമസവും ഇല്ല. ഒരുപാടങ്ങ് കുറുകി വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റൊക്കെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതാ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്നൊക്കെ നമുക്ക് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിലക്കടലയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഇതാ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്, 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചേർത്തിട്ടില്ല. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മൾ ഹൽവയൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വെറും 3 ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിൽ 3 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് തേങ്ങാപ്പാലല്ലേ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നിലക്കടല മാത്രമല്ലേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നിലക്കടല പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത് അത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് ആദ്യമേ വെക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ചോറൊക്കെ കഴിക്കുന്ന പാത്രമോ എന്തെങ്കിലും എടുത്താലും മതി. ഇനി ആ ചൂടോടുകൂടി തന്നെ ഈ ട്രേയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് വന്നത് ഞാൻ ഇതുപോലത്തെ ചെറിയൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് നല്ലോണം ഒന്ന് മാറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂട് മുഴുവനും മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഒന്ന് ഇതുപോലെ സൈഡൊന്ന് വിടിയിച്ചിട്ട് ഡീമോൾഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് അതാ വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ തന്നെ അല്ലിഞ്ഞിറങ്ങുന്ന ആ ഒരു രീതിക്കാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് ഒന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. വായിലിട്ടാൽ തന്നെ അല്ലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ അവല് വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്